നമസ്കാരം. CPIയെ വരുതിക്ക് നിർത്താനുള്ള CPM നീക്കങ്ങൾ പൂർണ്ണമായി പാടുന്നു. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ CPIയെ അനുനയിപ്പിക്കാൻ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണനെ തന്നെ CPM അയച്ചെങ്കിലും ഈ ദൗത്യവും ഫലം കണ്ടില്ല. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടാണ് രാമകൃഷ്ണനെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിച്ചത്. ഇതോടെ ഉപനേതൃപദവി പ്രശ്നം ഇരു പാർട്ടികൾക്കുമിടയിൽ കടിച്ചാൽ പൊട്ടാത്ത വിഷയമായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും CPMലുള്ള പിടിയായിരുന്നു എന്ന് മനസ്സിലാക്കിയാണ് ബിനോയ് വിശ്വം ഈ സമ്മർദ്ദ തന്ത്രം പുറത്തെടുക്കുന്നത്. ഇന്നലെ TP രാമകൃഷ്ണന്റെ ദൗത്യവും ഫലം കാണാതെ പോയതോടെ ഇതാദ്യമായി CPMഉം CPIയും തമ്മിലുള്ള ബന്ധം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം തിരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് ഒരു അവലോകനത്തിന് പോലും ഇടതുമുന്നണിക്ക് കഴിയാത്ത അവസ്ഥയാണ് ഉപനേതൃപദവി തർക്കം എത്തിച്ചത്. പ്രതിപക്ഷ ഉപനേതൃപദവി പ്രശ്നത്തിൽ ഒട്ടും വയ്യാൻ CPM തയ്യാറല്ല. പ്രതിപക്ഷത്തെത്തുമ്പോൾ ഉപനേതൃപദവി കൈവശം വയ്ക്കുന്നത് CPM ആണെങ്കിലും ഇക്കുറി പദവി വിട്ടുകൊടുക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് CPI. ഇതോടെ പ്രതിപക്ഷത്തെ ഭിന്നത പരിഹരിക്കാൻ കഴിയാത്ത വിധം ശക്തമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം 3 തവണ നിയമസഭ ചേർന്നെങ്കിലും ഒരു തവണ പോലും ഇടതുമുന്നണി സംയുക്ത പാർലമെന്ററി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ഇടതുമുന്നണി യോഗവും കൂടാനും കഴിഞ്ഞിട്ടില്ല. ഇതോടെ തീർത്തും സ്തംഭനാവസ്ഥയിലാണ് LDF. പ്രതിപക്ഷ ഉപനേതൃപദവി പ്രശ്നം കാരണം CPMന് ശക്തമായ പിന്തുണ സഭയിൽ CPI നൽകുന്നുമില്ല. CPMഉം CPIയും RJDയും മാത്രമായി സഭയിലെ പ്രതിപക്ഷ നിര ചുരുങ്ങിയിരിക്കുകയുമാണ്. കനത്ത ഭൂരിപക്ഷത്തിന്റെ തണലിൽ സഭയിൽ ഭരണപക്ഷം ഇരമ്പിയാർക്കുമ്പോൾ വെറും 35 സീറ്റുകൾ മാത്രമുള്ള പ്രതിപക്ഷം പലപ്പോഴും കാഴ്ചക്കാരായി മാറുന്ന അവസ്ഥയുമുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ മുന്നിലിരുത്തി KN ബാലഗോപാൽ പൊട്ടിത്തെറിച്ചത്. ഭരണപക്ഷത്തിന്റെ കടന്നാക്രമണങ്ങൾക്ക് പ്രതിപക്ഷ നേതാവാണ് മറുപടി പറയേണ്ടതെന്ന ബാലഗോപാലിന്റെ വിമർശനം വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയതും. ഇതെല്ലാം മനസ്സിലാക്കിയാണ് CPIയെ അനുനയിപ്പിക്കാൻ TP രാമകൃഷ്ണനെ CPM നിയോഗിച്ചത്. ഈ ദൗത്യവും പരാജയമായതോടെ പ്രതിപക്ഷ പരിപാടികളിൽ CPMഉം CPIയും യോജിച്ചു നീങ്ങില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം, PM ശ്രീ പദ്ധതി തുടങ്ങിയ ചുട്ടുകൊള്ളുന്ന പ്രശ്നങ്ങൾ മുന്നിലിരിക്കെ പ്രതിപക്ഷ നിരയിലെ ഭിന്നത UDFനെയാണ് സഹായിക്കുന്നത്. ഭരണത്തിൽ അനൈക്യമുണ്ട്. ഈ അനൈക്യം മുതലാക്കാൻ പ്രതിപക്ഷ നേതൃനിരയിലെ ഭിന്നത കാരണം കഴിയുന്നില്ല. മുതിർന്ന ഇടതു നേതാവ് മലയാളം എക്സ്പ്രസിനോട് പറഞ്ഞു, പ്രതിപക്ഷ ഉപനേതൃപദവി പ്രശ്നം ഈ രീതിയിൽ CPI വഷളാക്കാൻ പാടില്ലായിരുന്നു. CPMഉം CPIയും 2 നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ ഇതെങ്ങനെ പരിഹരിക്കും എന്നത് വലിയ പ്രശ്നമായിരിക്കുകയാണ് നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഭരണം നഷ്ടമായത് CPMനെയും CPIയും ഒക്കെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഇത് ഇടതുമുന്നണിയിലെ ഐക്യവും താറുമാറായിരിക്കുന്നു. ഉപനേതൃപദവിയിൽ ഇപ്പോൾ പന്ത് CPMന്റെ കോർട്ടിലാണ്. അത് CPM എങ്ങനെ പരിഹരിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്.